ട്രാവൽ മാർട്ടുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇനി ബയ്യേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലോ, നമ്മളെപ്പോഴും സെല്ലേഴ്സിൻ്റെ കാര്യം മാത്രമല്ലല്ലോ, ബയ്യേഴ്സും കൂടെ ഉണ്ടാകുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഒരു ബിസിനസ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഇന്ത്യയിൽ അക്രോസ്ഡ് ആയിട്ട് കേരള ട്രാവൽ മാർട്ട് ഫോക്കസ്ഡ് ആയിട്ട് 1000-ലധികം ബയ്യേഴ്സ് എത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു പോയിന്റും കേരള ട്രാവൽ മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. സോ ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു സ്ട്രെങ്ത് എന്ന നിലയിൽ പെട്ടെന്ന് പറയാനായിട്ടുള്ള പോയിന്റുകൾ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് കേരള ട്രാവൽ മാർട്ടിൻ്റെ വീക്ക്നെസ് പോയിന്റുകളാണ്. എന്തൊക്കെയാണ് കേരള ട്രാവൽ മാർട്ടിൻ്റെ വീക്ക്നെസ് നമ്മളൊരു ജനറൽ ടേമിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്? കേരള ട്രാവൽ മാർട്ട് കണ്ടക്റ്റഡ് ഇൻ വൺസ് ഇൻ എവറി 2 years, അതായത് 2 വർഷത്തിലൊരിക്കലാണ് കേരള ട്രാവൽ മാർട്ട് നടത്തുന്നത്. എന്താണ് ഇപ്പോൾ 2 വർഷത്തിലൊരിക്കൽ കേരള ട്രാവൽ മാർട്ട് നടത്തി കഴിഞ്ഞാൽ അതിനിപ്പോൾ എന്താ ഒരു വീക്ക്നെസ് പോയിന്റ് എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം. കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ചെയ്യുന്നതും ഇടവിട്ടൊരു പ്രോസസ്സ് ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അല്ലേ? നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ക്ലാസ്സിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അത് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വലിയ ബുദ്ധിമുട്ടില്ലാതെ അങ്ങ് പോയി കിട്ടും. തുടർന്ന് നിങ്ങൾ ശനി ഞായർ ലീവ് എടുത്തുന്നോ അല്ലെങ്കിൽ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞോ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ട് എന്തുണ്ടാവും? സ്റ്റുഡൻസ് എന്ന നിലയിൽ നിങ്ങൾക്കുണ്ടായിരിക്കും, അധ്യാപകർ എന്ന നിലയിൽ ഞങ്ങൾക്കും ഉണ്ടായിരിക്കും അല്ലേ? നമ്മളൊരു കണ്ടിന്യൂസ് പ്രോസസ്സിന് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് നമ്മൾ ഇടവിട്ടിട്ട് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് എന്ത് ചെയ്യില്ല, കിട്ടില്ല. സോ കേരള ട്രാവൽ മാർട്ട് 2 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നുള്ളൂ തന്നെ അതെന്ത് ചെയ്യാം, ഒരു വീക്ക്നെസ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം. രണ്ടാമത്തെ പോയിന്റ്, കേരള ട്രാവൽ മാർട്ട് ഡോണ്ട് ക്രിയേറ്റ് ദ മച്ച് ഓഫ് ഇൻഫ്ലുവൻസ് ഇൻ ടൂറിസം സെക്ടേഴ്സ് ഇൻ കേരള. കേരള ട്രാവൽ മാർട്ട് ഈ പറഞ്ഞ 2000-ൽ തുടങ്ങി ഇപ്പോൾ ഏകദേശം 2020-ൽ എത്തി നിൽക്കുന്ന 20 വർഷക്കാലം കേരള ട്രാവൽ മാർട്ട് നടക്കുന്നുണ്ട്. 20 വർഷക്കാലം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാം എത്രത്തോളം നമ്മുടെ ടൂറിസം സെക്ടറിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, നമ്മളൊരു പ്രതീക്ഷ രീതിയിൽ കേരള ട്രാവൽ മാർട്ട് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ ഈ ഒരു ക്ലാസ്സിൻ്റെ ഭാഗമായിട്ടായിരിക്കും കേരള ട്രാവൽ മാർട്ട് എന്ന് പറയുന്ന ടേം കേൾക്കുന്നത് പോലെ തന്നെ. ഇതേപോലെ തന്നെ ഒരുപാട് ലോക്കലി ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പോയിന്റാണ് രണ്ടാമത്തെ പറയുന്നത്. ലോക്കൽ പീപ്പിൾ ഫ്രം സെവറൽ ഏരിയാസ് ഇൻ കേരള ഡോണ്ട് ഹാവ് എൻ ഐഡിയ അബൌട്ട് KTM ആൻഡ് ഹൗ ടു ബിക്കം എ പാർട്ട് ഓഫ് KTM. അതായത് കേരള ട്രാവൽ മാർട്ടിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കുറഞ്ഞതുകൊണ്ട് തന്നെ ലോക്കലിയുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ടായിരിക്കും, ലോക്കലിയുള്ള ക്യൂസിൻസ് ഓഫർ ചെയ്യുന്നവരുണ്ടായിരിക്കും. ക്യൂസിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണ രീതികൾ, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള കരകൗശല വസ്തുക്കളോ അല്ലെങ്കിൽ ക്യൂസിൻസോ ഭക്ഷണ രീതികളൊക്കെ ഓഫർ ചെയ്യുന്ന ചെറിയ ഹോട്ടലുകളോ അതല്ലെങ്കിൽ എന്താണ് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളിലുള്ള ആർട്ട് ഫോംസ് ഒക്കെ പെർഫോം ചെയ്യുന്നവരുണ്ടായിരിക്കും. അവരെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കേരള ട്രാവൽ മാർട്ടിൻ്റെ ഭാഗമാക്കി തീർക്കത്തക്ക രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് കഴിഞ്ഞ 20 വർഷക്കാലത്ത് കേരള ട്രാവൽ മാർട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, ഇല്ല എന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കലി അഥവാ വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ ആർക്ക് സാധിച്ചിട്ടില്ല, കേരള ട്രാവൽ മാർട്ടിന് സാധിച്ചിട്ടില്ല. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KTMൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. കേരള ട്രാവൽ മാർട്ട് ക്രിയേറ്റ് എ ബിഗ് ഓപ്പർച്യൂണിറ്റീസ് ടു ഡെവലപ്പ് യുവർ ഓൺ ബിസിനസ്. നമ്മളൊരു സർവീസ് പ്രൊവൈഡർ ആണെന്ന് വിചാരിക്കുക, ഇപ്പം ഞാനൊരു ട്രാവൽ ഏജൻ്റ് ആണെന്ന് വിചാരിക്കുക. ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ടൂർ ഓപ്പറേറ്റേഴ്സോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് റിസോർട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഹോട്ടലുകളോ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമുക്കിത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ? ഒരു മിനിമം രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കുന്നു, 3-4 ദിവസത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കേരള ട്രാവൽ മാർട്ടിൻ്റെ ഭാഗമായി മാറുന്നു. ഫസ്റ്റ് 1-2 ദിവസത്തേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും വരുന്നത്. തുടർന്നുള്ള 2 ദിവസം പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്യും. സോ ഈ സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആര് തരുന്നുണ്ട്, കേരള ട്രാവൽ മാർട്ട് തരുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, കേരള ട്രാവൽ മാർട്ട് ഹെൽപ്സ് ടു ക്രിയേറ്റ് എ വെന്യൂ ഫോർ ട്രാവൽ ഏജൻസി ആൻഡ് ടൂർ ഓപ്പറേറ്റേഴ്സ് ടു ഇൻട്രൊഡ്യൂസിങ് ദെയർ ഓൺ ന്യൂ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു വളരെ വൈഡ് ആയിട്ടുള്ളൊരു മീഡിയ കവറേജ് കിട്ടുന്ന ഒരു ഏരിയയാണ് കേരള ട്രാവൽ മാർട്ട് എന്ന്. സോ മിക്കവാറും ട്രാവൽ ഏജൻസീസോ ടൂർ ഓപ്പറേറ്റേഴ്സിനൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്തിന്, കേരള ട്രാവൽ മാർട്ട് ഫോക്കസ് ചെയ്ത് നമ്മളുടെ പുതിയ പ്രൊഡക്റ്റുകളോ സർവീസസോ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ത്, കേരള ട്രാവൽ മാർട്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്യാം. കേരള ട്രാവൽ മാർട്ട് പ്രൊമോട്ട് എമേർജിംഗ് ടൂറിസം കൺസെപ്റ്റ് ആൻഡ് ടൂറിസം വില്ലേജസ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഓരോ കേരള ട്രാവൽ മാർട്ടും ഓരോ ഏരിയയെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ കേരള ട്രാവൽ മാർട്ട് എന്ന് പറയുന്നത് അഡ്വഞ്ചർ ടൂറിസം ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു നടത്തിയിരുന്നത്. ഇങ്ങനെ പുതുതായിട്ട് വരുന്ന എമർജിങ് ടൂറിസം കൺസെപ്റ്റുകളെ ഫോക്കസ് ചെയ്യുമ്പോൾ എന്താണ്, പുതുതായിട്ട് വരുന്ന കൺസെപ്റ്റുകളൊക്കെ എന്തായിരിക്കും, ഒരു ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഭാഗമായിരിക്കും അല്ലേ?
ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസമാണ് നമുക്ക് എന്ത് വരുന്നത്, അഡ്വഞ്ചർ ടൂറിസം എന്ന് പറഞ്ഞ ആക്ടിവിറ്റീസ് വരുന്നത്. സോ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നു, നമുക്ക് അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് പഠിക്കുന്നു, അതിൽ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പഠിക്കുന്നു. സോ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാർക്കറ്റിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു പുതിയ ടൂറിസം കൺസെപ്റ്റ് വന്നിട്ടുണ്ട്, ഇതിന് ഇത്രയും സാധ്യതകളുണ്ട്, കേരളത്തിലെ ക്ലൈമറ്റുമായിട്ട് ഒത്തുപോകുന്നതാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ടൂറിസം വില്ലേജുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കൂടെ പറ്റും. ഇപ്പോൾ നമുക്ക് കുമ്പളങ്ങി പോലുള്ള ടൂറിസം വില്ലേജുകളുണ്ട്. ഇത്തരത്തിലുള്ള ടൂറിസം വില്ലേജുകളുമായി ബന്ധപ്പെട്ട പാക്കേജുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഓരോ തവണയും എന്ത് ചെയ്യാം, KTM അതായത് കേരള ട്രാവൽ മാർട്ടുമായി ബന്ധപ്പെട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പുതുതായിട്ട് ഏതെങ്കിലും ഒരു ടൂറിസം വില്ലേജ് വരുന്നുണ്ടെങ്കിൽ അത്തരം ടൂറിസം വില്ലേജുകൾക്ക് കേരള ട്രാവൽ മാർട്ട് വഴി എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിനൊന്ന് ഫെമിലിയറൈസ് ആക്കാൻ പറ്റും. സോ അത്തരം വില്ലേജുകളെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് എന്താണ്, കേരള ട്രാവൽ മാർട്ട് അവർക്കൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ത്രെട്ടാണ്, അതായത് ഭീഷണികൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളെ കേരള ട്രാവൽ മാർട്ട് ഭാവിയിൽ തരണം ചെയ്യേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻറ്റെയിൻ ദ എഫിഷ്യൻസി ഓഫ് പെർഫോമൻസ് ഇൻ എവറി ഇയർ. ഒരു വർഷം കേരള ട്രാവൽ മാർട്ട് വളരെ ഭംഗിയായിട്ട് നടന്നു, അടുത്ത വർഷം കേരള ട്രാവൽ മാർട്ട് ഒരു ആവറേജ് ആയിരുന്നു, അതിൻ്റെ അടുത്ത വർഷം എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു, അതിൻ്റെ അടുത്ത വർഷം വളരെ മോശമായിരുന്നു. ഇതിനൊരു വേരിയേഷൻ വരികയാണ് അല്ലേ. ഇങ്ങനെ ഒരു വേരിയേഷൻ വരാതെ എപ്പോഴും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് കേരള ട്രാവൽ മാർട്ട് കാഴ്ചവെക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ കാഴ്ചവെക്കണം എന്നുള്ളത് ഭാവിയെ സംബന്ധിച്ചിടത്തോളം കേരള ട്രാവൽ മാർട്ടിനെ കുറിച്ചും കേരള ട്രാവൽ മാർട്ടിൻ്റെ ഓർഗനൈസേഴ്സ് ആയിട്ടുള്ള കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വെല്ലുവിളിയാണ്. അതായത് ഈ ഒരു കൺസിസ്റ്റൻറ്റി നിലനിർത്തി പോവുക, അതോടൊപ്പം തന്നെ ഭാവിയിലും ഒരു 400-ലധികമുള്ള ഫോറിൻ ടൂർ ഓപ്പറേറ്റേഴ്സിനെയും ഇന്ത്യയിൽ നിന്നുള്ള ആയിരക്കണക്കിന് ടൂർ ഓപ്പറേറ്റേഴ്സിനെയും കൊണ്ടുവന്ന് ഇത്രയും ഭംഗിയായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് കേരള ട്രാവൽ മാർട്ട് എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് ആരെ സംബന്ധിച്ച്, കേരള ട്രാവൽ മാർട്ട് നടത്തുന്ന സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം, കേരള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം അല്ല, KTDC കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ത്രെട്ടാണ്, അതായത് ഭീഷണിയായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. ഭാവിയിലും നമ്മൾ എന്ത് ചെയ്യണം, ഇതേ ഒരു എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യണം, ഭാവിയിലും ഇതേ രീതിയിൽ എന്ത് ചെയ്യണം, സർവീസുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, ക്രിയേറ്റ് ബിസിനസ് ഇൻഫ്ലുവൻസ് അക്രോസ് ദ ടൂറിസം ഇൻഡസ്ട്രി. കേരള ട്രാവൽ മാർട്ടിൻ്റെ ഭാഗമായിട്ട് ബിസിനസ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഇൻ്റർനാഷണൽ ലെവലിൽ ഈ ബിസിനസ്സുമായിട്ട് നമ്മൾ ടൈപ്പിൽ എത്തണമെന്ന് പറഞ്ഞു. കേരള ട്രാവൽ മാർട്ടിൻ്റെ ഒബ്ജക്റ്റീവ് എടുത്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, കേരള ട്രാവൽ മാർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവുകളിൽ ഒന്നായിരുന്നു വേൾഡ് ലെവലിൽ, അതായത് എൻ്റെ വേൾഡിൽ കേരള ടൂറിസത്തിന് ഒരു പൊസിഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. സോ ക്രിയേറ്റ് എ ബിസിനസ് ഇൻഫ്ലുവൻസ് അക്രോസ് ദ ടൂറിസം ഇൻഡസ്ട്രി. ടൂറിസം ഇൻഡസ്ട്രിയിൽ ആകമാനം ഒരു ബിസിനസ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുക എന്നുള്ളത് ഭാവിയെ സംബന്ധിച്ചിടത്തോളം കേരള ട്രാവൽ മാർട്ടിൻ്റെ ഒരു വളരെ വലിയൊരു വെല്ലുവിളിയാണ് അല്ലേ. നമ്മൾ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട് വളരെ ചെറിയ രീതിയിൽ എന്നല്ല, ഭാവിയെ സംബന്ധിച്ച് വളരെ വലിയ രീതിയിൽ ടൂറിസത്തിൻ്റെ എല്ലാ മേഖലയിലും, ഇപ്പോൾ ടൂറിസത്തിൻ്റെ മേഖലകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഹോട്ടലീസ് പറയാം, റിസോർട്ടുകൾ പറയാം, സ്പാ പറയാം, അതും അല്ലെങ്കിൽ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റുകൾ പറയാം, അതും അല്ലെങ്കിൽ എന്താ പറയുക ടൂർ ഓപ്പറേറ്റേഴ്സിന് പറയാം, അതും അല്ലെങ്കിൽ എന്തായിരിക്കും ട്രാവൽ ഏജൻസീസ് പറയാം. ഇങ്ങനെ എല്ലാ മേഖലയിലും ഒരു ബിസിനസ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുക എന്നുള്ളത് കേരള ട്രാവൽ മാർട്ട് ഭാവിയിൽ നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെ ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, എവറി ഇയർ ഇൻക്രീസ് ദ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ആൻഡ് ബിസിനസ് യൂണിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൻ്റെ ഒരു തുടർച്ചയാണ്. എവറി ഇയർ നീഡ് ടു ഇൻക്രീസ് എന്നുള്ളൊരു പോയിന്റാണ്, അല്ലെ നീഡ് വിട്ടുപോയതാണ്. നീഡ് ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ആൻഡ് ബിസിനസ് യൂണിറ്റ്. എല്ലാ വർഷവും നമുക്കൊരു 400 ട്രാവൽ ഏജൻസിനെ കൊണ്ട് ഒരിക്കലും നിലനിൽക്കാൻ പറ്റില്ല അല്ലേ. നമ്മൾ ചിലപ്പോൾ തുടങ്ങുന്നത്, നമ്മളെല്ലാവരും ബിസിനസ് തുടങ്ങുമ്പോൾ അങ്ങനെയായിരിക്കും, വളരെ ചെറിയ രീതിയിലായിരിക്കും തുടങ്ങുന്നത്. നമ്മുടെ ബിസിനസ് വലുതാകുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വ്യാപ്തി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വലുതാക്കി എടുക്കുന്നുണ്ട് അല്ലേ. അതേ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്കൊരിക്കലും ഇപ്പോൾ സ്റ്റിൽ എന്താണ്, ഈ വർഷം 400 ഇൻ്റർനാഷണൽ ടൂർ ഓപ്പറേറ്റേഴ്സ് വന്നു, കേരളത്തിനകത്ത് നിന്ന് ഒരു 2000 ടൂർ ഓപ്പറേറ്റേഴ്സ് വന്നു. എൻ്റേത് ഇന്ത്യ അറൗണ്ട് എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 1000 പേര് വന്നു കേരളത്തിൻ്റെ പുറത്തുനിന്ന്. ഇതിൽ തന്നെ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ പറ്റില്ല അല്ലേ. ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഇത് വീണ്ടും എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഭാവിയെ സംബന്ധിച്ച് ഇത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരികയും ഇതേ കൺസിസ്റ്റൻസി നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളത് കേരള ട്രാവൽ മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് കേരള ട്രാവൽ മാർട്ടുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ടോപ്പിക്ക് ഒരു ജനറൽ ടോപ്പിക്കാണ്. കേസ് സ്റ്റഡി ഓൺ കേരള ട്രാവൽ മാർട്ട് എന്നുള്ളതായിരുന്നു ടോപ്പിക്ക്. അതിൻ്റെ ഭാഗമായിട്ട് കേരള ട്രാവൽ മാർട്ടിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ പോയിന്റുകളാണ് കേരള ട്രാവൽ മാർട്ട് എന്ന് പറയുന്ന സെഷൻ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ കേസ് സ്റ്റഡി എന്താണെന്ന് പറഞ്ഞു.
വൈ യൂസ് എ കേസ് സ്റ്റഡി എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്തു, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു കേസ് സ്റ്റഡി ഉപയോഗിക്കുന്നത് എന്നുള്ള നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് കേസ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സോട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. സോട്ട് അനാലിസിസ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു, സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെട്ട്. അതായത് ഏതൊരു ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിലും ഏതൊരു ഈവൻ്റ് എടുക്കുകയാണെങ്കിലും അതിനൊരു സ്ട്രെങ്തനിങ് ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ടായിരിക്കും, അതിനൊരു വീക്ക്നെസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടായിരിക്കും, അതിനൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും, അതിനൊരു വെല്ലുവിളി നേരിടുന്ന ഒരു ത്രെട്ട് ഉണ്ടായിരിക്കും. സോ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്പെസിഫിക്കൽ ആയിട്ടുള്ള മേഖലയെക്കുറിച്ചുള്ള വളരെ ഡെപ്ത് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ് നമ്മൾ എന്ത് പറയുന്നത് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഡെപ്ത് സ്റ്റഡി ഓഫ് എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഓർ എ പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ ഓർ എ പെർട്ടിക്കുലർ ഈവൻറ്റ്. ഏതെങ്കിലും ഒരു ഈവൻറ്റിനെ കുറിച്ച്, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനെ കുറിച്ച്, ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ കുറിച്ചോ വളരെ ഡെപ്ത് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ് നമ്മൾ എന്ത് പറയുന്നത് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് കേരള ട്രാവൽ മാർട്ടിനെ കുറിച്ചുള്ള ഒരു ജനറൽ ടേമിൽ ഒരു സോട്ട് അനാലിസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോട്ട് അനാലിസിസ് എന്ന് പറയുന്നത് കേസ് സ്റ്റഡിയുടെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നതാണ്. KTM എന്ന് പറയുന്നത് കേരള ട്രാവൽ മാർട്ടിൻ്റെ ഒരു എക്സ്പാൻഷൻ, അല്ലെങ്കിൽ KTM എന്ന് പറയുന്ന ടേം മാത്രമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ് KTM എന്ന് മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. KTM എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ട്രാവൽ മാർട്ട് എന്നാണെന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക. തുടർന്ന് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്, കേരള ട്രാവൽ മാർട്ടിൻ്റെ ഒരു സോട്ട് അനാലിസിസ് നടത്തി അതിൻ്റെ സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ക്ലാസ്സോട് കൂടെ നമ്മുടെ 5th മൊഡ്യൂളിലെ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സിലബസ് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്ത് പോന്നിട്ടുണ്ട്. കഴിഞ്ഞ എല്ലാ വീഡിയോകളും ചില വീഡിയോകൾ 15 to 20 മിനിറ്റ് വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഈ ഒരു സമയം കൊണ്ട് 25 മിനിറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സോ ടോപ്പിക്കിന് ഡെപ്ത് അനുസരിച്ച് എത്രത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ ആ ടോപ്പിക്കുകൾ റിലേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ എത്രത്തോളം ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഈ ഒരു കാര്യത്തൊക്കെ മുൻനിർത്തിയും കൊണ്ടാണ് ഓരോ ടോപ്പിക്കിൻ്റെയും ലെങ്ത്തുകൾ നീണ്ടു പോകുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ട് 5th മൊഡ്യൂളിലോ തുടർന്ന് എടുത്ത 1st-ലെയോ 6th-ലെയോ 3rd-ലെയോ 4th-ലെയോ ഒക്കെ എന്തെങ്കിലും ടോപ്പിക്കുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ ഗ്രൂപ്പുകളിൽ നിങ്ങൾ എടുത്ത സ്പെസിഫിക് ടോപ്പിക്ക് എടുത്ത അധ്യാപകരുടെ നമ്പർ അവൈലബിൾ ആണ്. പേഴ്സണലി നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് ഈവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ ഈ ഒരു ക്ലാസ്സോട് കൂടെ അവസാനിപ്പിക്കുകയാണ്. ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്, വളരെ ഡീപ്പായിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. 5th മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്ത ഈവൻ്റ് ആയാലും ശരി, ട്രേഡ് ഫെയർ ആയാലും ശരി, മീറ്റിംഗ് ആയാലും ശരി, ഈ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിക്ക്, ഞാൻ മുമ്പും പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിക്കുള്ള സാധ്യതകളെ കൂടെ പരിഗണിച്ചിട്ട് വേണം ഈ ഒരു ടോപ്പിക്കുകളൊക്കെ ഒരു essay സെഷനിലെങ്ങാനും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് തന്നെ പോവുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായിട്ട് റെഫർ ചെയ്ത് പോകുന്നത് വളരെ ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. മിക്കവാറും ടൂറിസത്തിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് റിപ്പീറ്റേഷൻ വരാറുണ്ട്. അങ്ങനെ വരുമെന്ന് ഉറപ്പ് പറയല്ല, ബട്ട് മോസ്റ്റ് പ്രോബബ്ലി വരാറുണ്ട്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത് പോവുക. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എടുത്ത സെഷൻസ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി വിളിച്ച് ചോദിച്ച് ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. താങ്ക് യു സോ മച്ച്.